പ്രൈസ് ദി ലോർഡ്. മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ മനോഹരമായിട്ടുള്ള 84-ാം സങ്കീർത്തനത്തിലെ ചില വരികൾ ചേർന്ന് പാടിയാണ് നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവമേ, നിന്റെ ആലയം എത്രയോ മനോഹരമാണ്. ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. ദൈവമേ, നിൻഹൃദയത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. യേശുവേ, ദൈവമേ, നിൻ ഗീതമെത്രമോഹനം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും. നിൻഹൃദയത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, ദൈവമേ, നിൻ ഗീതമെത്രമോഹനം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ വസിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആനന്ദം. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. പ്രാർത്ഥിക്കാം. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ. ഈശോയെ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. കർത്താവേ, അന്യഭൂമിയിലായിരം ദിനങ്ങളെ നിൻ ഗൃഹത്തിലേക ദിവസം കാവ്യമല്ലോ. ചേർന്ന് അന്യഭൂമിയിലായിരം ദിനങ്ങളെ ഈശോയെ, ഗൃഹത്തിലേക ദിവസം കാവ്യമല്ലോ. ഒരുമിച്ച് ദൈവമേ, ദൈവമേ, നിൻ ദേഹമെത്രമോഹനം. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ, ദൈവമേ, നിൻ ദേഹമെത്രമോഹനം. രണ്ട് കരങ്ങളും ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തി ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നതാണ് ഭാഗ്യം. ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കും, ഞാൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകും. ബോധ്യത്തോടെ എല്ലാ മക്കളും ചേർന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവേ, വേഗം വരണമേ. മാറാനാഥ പ്രാർത്ഥിച്ചുകൊണ്ട് ആ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ വാസസ്ഥലത്തിന്റെ അഭിഷേകം സ്വന്തമാക്കാൻ നമുക്ക് ഈ ദിവസം ഉത്സാഹിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം എന്നോട് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം എന്റെ മനസ്സിലേക്ക് വരികയാണ്. അദ്ദേഹം ഒത്തിരി കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്, അതുപോലെ തന്നെ ബിസിനസ് ഉള്ള വ്യക്തിയാണ്, ഒത്തിരി തിരക്കുള്ള വ്യക്തിയാണ്. പക്ഷേ എല്ലാ ദിവസവും അദ്ദേഹം കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ദേവാലയത്തിൽ ഏറ്റവും മുൻവശത്തേക്ക് അദ്ദേഹം വരും. അദ്ദേഹം കുർബാന പുസ്തകം കരങ്ങളിലെടുത്ത് ദൈവത്തെ ആരാധിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എല്ലാ ദിവസവും അദ്ദേഹം പള്ളി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി കടബാധ്യതകളും പലതരം പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തെ വലയം ചെയ്തു. പക്ഷെ അദ്ദേഹം അതിനൊന്നും പതറാതെ ദിവസവും ദൈവത്തിന്റെ ആലയത്തിന്റെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ധാരാളം ആൾക്കാർ അദ്ദേഹത്തെ കളിയാക്കി, പക്ഷെ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാതെ പരിഗണിക്കാതെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്ഭുതകരമായി ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടത്. ഒത്തിരി ലോൺ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഗവൺമെന്റ് ഒരു ദിവസം അതെല്ലാം എഴുതി അങ്ങോട്ട് തള്ളി. എല്ലാ ലോണും എല്ലാ കടബാധ്യയും 75 ലക്ഷത്തോളം രൂപ ഗവൺമെന്റ് എഴുതി തള്ളിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കളിയാക്കിയ വ്യക്തികൾ തിരിച്ചു വന്ന് പറയാൻ തുടങ്ങി, സാറ് എല്ലാ ദിവസവും പള്ളി പോകുന്നതുകൊണ്ട് മെച്ചമുണ്ട്, അനുഗ്രഹമുണ്ട്, അഭിഷേകമുണ്ടെന്ന് ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. വചനം പഠിപ്പിക്കുകയാണ്. 84-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്രയോ മനോഹരമാണ്. അങ്ങയുടെ ഭവനത്തിലെത്താൻ എന്റെ ആത്മാവ് വാഞ്ചിച്ചു തളരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം, ദൈവഭക്തൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കാൽനടയായിട്ടോ വാഹനങ്ങളിലോ കഴുതപ്പുറത്തോ ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് വരുന്നത്. ആ ദൈവഭക്തൻ പറയുകയാണ്, എന്റെ ദൈവത്തിന്റെ ആലയത്തിലെത്താൻ എന്റെ ആത്മാവ് വാഞ്ചിച്ചു തളരുന്നു. ആഗ്രഹമാണ്, ദാഹമാണ് കർത്താവിന്റെ ആലയത്തിലേക്ക് വരാൻ.
അതുകൊണ്ടാണ് സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം രേഖപ്പെടുത്തിയത്: ഒരു വ്യക്തി ദേവാലയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ കാലടി പാടുകളും മാലാഖമാർ എണ്ണിത്തിട്ടപ്പെടുത്തുകയും ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും വലിയ പ്രതിഫലം അതിന് ലഭിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് 5 അനുഗ്രഹങ്ങളെക്കുറിച്ച് മനോഹരമായിട്ടുള്ള 84-ാമത്തെ സങ്കീർത്തനത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ 4-ാമത്തെ വാക്യം: എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ആലയത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് കർത്താവിന്റെ ആലയത്തിൽ സ്തുതിച്ചു മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തി. ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും നമ്മളെ കളിയാക്കും. എന്തിനാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോണത്? എന്തിനാണ് എല്ലാ ദിവസവും ധ്യാനം കൂടാൻ വേണ്ടി പോണത്? എന്തിനാണ് എല്ലാ ദിവസവും ആത്മീയ ശുശ്രൂഷ പങ്കുചേരുന്നത്? കളിയാക്കും. പക്ഷെ മറക്കരുത്, നിന്റെ ദൈവം വചനത്തിലൂടെ നിന്നെ പഠിപ്പിക്കുന്നു, നീ ഭാഗ്യം ചെയ്തവനാണ്, നീ ഭാഗ്യം ചെയ്തവളാണ്. ലോട്ടറി അടിച്ചുകൊണ്ട് ഭാഗ്യമില്ല. ഭാഗ്യം എന്നത് ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആ ദൈവഭക്തന് കിട്ടുന്ന അനുഗ്രഹം ഇതാണ്. അതിന്റെ 5-ാമത്തെ വാക്യം, 84-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുകയാണ്: അവന്റെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥിയുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം ബൈബിളിൽ സിയോൻ അല്ലെങ്കിൽ സെഹിയോൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ ദൈവഭക്തൻ ദൈവത്തിന്റെ ആലയത്തിൽ പോകുന്ന വ്യക്തിയുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഉള്ള ഒരു പ്രത്യേകത സിയോനിലേക്കുള്ള രാജവീഥിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3-ാമത്തെ ഒരു അനുഗ്രഹം വചനം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. 84-ാമത്തെ സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം: ബാക്കാ താഴ്വരയിലൂടെയാണ് നടന്നു പോകുന്നതെങ്കിലും അവൻ അതിനെ നീരുറവയുടെ താഴ്വരയാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ബാക്കാ താഴ്വര എന്ന് പറഞ്ഞാൽ ബൈബിളിൽ അർത്ഥം അത് ഒരുപാട് അശുദ്ധിയുടെയും ഫലമില്ലാത്തതിന്റെയും താഴ്വരയാണ്. പക്ഷെ ദൈവഭക്തൻ ബാക്കാ താഴ്വരയിലൂടെ നടന്നു പോകുമ്പോൾ അതിനെ ഫലസമൃദ്ധിയുള്ള തോട്ടം പോലെ ആക്കുന്നു, നീരുറവ പോലെ ആക്കുന്നു. പ്രിയപ്പെട്ട 4-ാമത്തെ പ്രത്യേകത വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. 84-ാമത്തെ സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം: അവൻ കൂടുതൽ ശക്തി ആർജിക്കുന്നു. ദൈവഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ അല്ലെങ്കിൽ അവൾ കൂടുതൽ ശക്തി ആർജിക്കും. എല്ലാ മേഖലകളിലും കൂടുതൽ കരുത്താർജിക്കാൻ ദൈവഭവനത്തിന്റെ പ്രാർത്ഥന ആ വ്യക്തിയെ സഹായിക്കുന്നു. 5-ാമത്തെ പ്രത്യേകത 84-ാമത്തെ സങ്കീർത്തനത്തിന്റെ അതിന്റെ 7-ാമത്തെ വാക്യം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ദൈവത്തെ അവർ ദർശിക്കും. ദൈവത്തെ കാണാനുള്ള വലിയ അഭിഷേകവും വലിയ കൃപയുമാണ് ദൈവത്തിന്റെ ആലയത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ജീവിതങ്ങളെ ദേവാലയത്തിൽ വരുന്നതിൽ നിന്ന് നിങ്ങൾ മുടക്കരുത്, വിലക്കരുത്. സാധിക്കുന്നിടത്തോളം പ്രാവശ്യം ദേവാലയത്തിൽ പോകണം, ദൈവത്തിന്റെ ആലയത്തിൽ അവിടുത്തെ ആരാധിക്കണം, വിശുദ്ധ കുർബാന പങ്കെടുക്കണം, വിശുദ്ധ കഴിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ കൂപ്പി തുടർന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാല ജീവിതത്തിൽ തമ്പുരാന്റെ ആലയത്തിൽ പോകാൻ അവസരം കിട്ടി മടി പിടിച്ചിരുന്നിടത്ത് മാപ്പ് ചോദിക്കാം. ആരെയെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. ഞാൻ എന്റെ ദേവാലയത്തിലേക്ക് ഞാൻ പോകും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ കർത്താവിനെ ആരാധിക്കും. കാരണം അതാണ് ഭാഗ്യം, അതാണ് അനുഗ്രഹം, അതാണ് കരുത്താർജിക്കാനുള്ള വഴി. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവഭവനത്തിന്റെ ശക്തിയും ദൈവഭവനത്തിന്റെ അഭിഷേകവും സകല മക്കളിലേക്കും വ്യാപരിക്കട്ടെ, സകലരിലേക്കും വ്യാപരിക്കട്ടെ. അവിശ്വാസത്തിന് കെട്ടികൾ കൊട്ടട്ടെ, വിശ്വാസത്തിന് അഭിഷേകം ഉണ്ടാകട്ടെ, പ്രാർത്ഥിക്കുവാനുള്ള തുറവിയുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ ആലയം എത്രയോ മനോഹരമാണ്, അങ്ങയുടെ വാസസ്ഥലം എത്രയോ സുന്ദരമാണ് ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്തു പാവനം എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സുന്ദരം ഈശോയേ, ദൈവമേ നിൻ കർത്താവേ, നിന്റെ ആലയം എത്രയോ സുന്ദരമാണ് ദൈവമേ. എന്തെന്തു പാവനം എത്രയോ മനോഹരമാണ് ദൈവമേ. സ്വർഗീയ സുന്ദരം യേശുവേ, ദൈവമേ നിൻ കരങ്ങൾ എത്രയോ വിശിഷ്ടമാണ് ദൈവമേ നിന്നോട് എത്രയോ
ഞാൻ ആലയത്തിന്റെ അഭിഷേക ശക്തി സ്വന്തമാക്കും. എന്റെ ദൈവത്തെ ഞാൻ അവിടെ ദർശിക്കും. ഞാൻ കൂടുതൽ കരുത്താർജിക്കും. ഞാൻ ഭാഗ്യപ്പെട്ട വ്യക്തിയായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. മാറാനാഥ, കർത്താവായ യേശുവേ, വേഗം വരണമേ. കാരുണ്യനാഥനായ ഈശോ ഹൃദയങ്ങളെയും മനസ്സുകളെയും സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്ന കർത്താവ് എത്രേ. കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ മനസ്സിന്റെ വേദനകളെ തുറക്കാം. മറ്റാരും അറിയുന്നതിനേക്കാൾ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്നവനാണ് യേശു. ഓ ദൈവ പൈതലേ, ഒറ്റയ്ക്ക് ചുമന്ന് മടുത്ത വേദനകളെല്ലാം യേശുവിനോട് പറയുക. താങ്ങി താങ്ങി തളർന്ന എല്ലാ നൊമ്പരങ്ങൾ യേശുവിനോട് പറയുക. അവൻ മനസ്സലിവുള്ള കർത്താവ് എത്രേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കാലമായി ഒറ്റപ്പെട്ടതിന്റെ ഓർമ്മകളെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല കർത്താവെ. എന്റെ മാതാപിതാക്കൾക്കോ എന്റെ ജീവിത പങ്കാളിക്കോ എന്റെ മക്കൾക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ കർത്താവെ. കർത്താവെ, എന്റെ ഉള്ളിൽ എനിക്ക് എന്നോടുള്ള സ്നേഹം പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എനിക്കെപ്പോഴും മടുപ്പ് തോന്നുകയാണ്. എനിക്കെപ്പോഴും ഒരു സ്വയം വെറുപ്പ് അനുഭവപ്പെടുകയാണ്. ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം? ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം? ഇങ്ങനെ ജീവിക്കുന്നതിൽ വേണം മരിച്ചാൽ മതിയായിരുന്നു. പലപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ നിരാശ നിറഞ്ഞ് നിരാശയിൽ ഞാൻ ബന്ധിതനായി കിടക്കുകയാണ് കർത്താവെ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതുപോലെ ഈ ജീവിതം തള്ളി നീക്കി മടുത്ത ഒരു ഹൃദയമാണ് എന്റെ ഹൃദയം. കർത്താവെ, എന്റെ ജീവിത മടുപ്പിലേക്ക് വരണമേ. എന്റെ സ്വയം വെറുപ്പിലേക്ക് വരണമേ. എന്റെ ആത്മഹത്യ ചിന്തയിലേക്ക് വരണമേ. എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ പറ്റാത്ത എന്റെ മനസ്സിന്റെ വേദനയിലേക്ക് വരണമേ. കർത്താവെ, ഇന്ന് എന്റെ ഉന്മേഷ ഊർജ്ജസ്വലത എല്ലാം നഷ്ടപ്പെട്ട് ഇന്നെല്ലാം മടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് കർത്താവെ. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ എല്ലാ മുറിവുകളിലേക്ക് അവിടെ നിന്ന് വരണമേ കർത്താവെ. ഈ നിമിഷങ്ങളിൽ ഞാൻ അങ്ങേ വിളിക്കുമ്പോൾ അവിടുന്ന് എന്റെ അടുത്ത് വന്ന് എന്നെ സുഖപ്പെടുത്തുന്നില്ലെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ ഇനി ആരുമില്ല കർത്താവെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ആരോരുമില്ലയി മുറിവേറ്റ എന്റെ മുറിവാരുണക്കും
യേശുനാഥ. ആരോരുമില്ല ഈ മുറിവേറ്റ എന്റെ മുറിവാരുണക്കും യേശുനാഥ. അണയാൻ തുടങ്ങുമീ മൺചിരാതിന്റെ അരികിലായണയൂ യേശുനാഥ. എന്നെ സ്പർശിക്കണമേ കർത്താവേ. അണയാൻ തുടങ്ങുമീ മൺചിരാതിന്റെ അരികിലായണയൂ യേശുനാഥ. രണ്ട് കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി എല്ലാ മക്കളും ഹൃദയം നുറങ്ങി പൊട്ടിക്കരഞ്ഞ് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ഹൃദയഭാരങ്ങളും, എല്ലാ വിഷമങ്ങളും, എല്ലാ സങ്കടങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പൊട്ടിക്കരഞ്ഞ് വിളിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹൃദയത്തിന്റെ നൊമ്പരങ്ങളിലേക്ക് അവിടുന്ന് സ്പർശനങ്ങൾ നൽകണമേ. ആത്മാവിന്റെ മുറിവുകളിലേക്ക് അവിടുന്ന് സ്പർശിക്കണമേ. ഓരോ മനസ്സിന്റെയും ഓരോ പീഡകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ കർത്താവേ. ഇപ്പോൾ തുടരണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. യേശുനാഥ പൊന്നുനാഥ, ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദായകാത്മനാഥ. ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും. സിസ്റ്റർ സാലി ചക്കിട്ടപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഉയർപ്പ് ഞായറാഴ്ച പള്ളിയിൽ പോയതാണ്. അപ്പൊ ഞങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് കാന്തം കുഴിച്ചിടാൻ വേണ്ടി വലിയൊരു കിണറുണ്ടായിരുന്നു. പള്ളി ചുറ്റി പ്രദക്ഷിണം വന്നപ്പോ ആ തിരക്കപ്പെട്ട് ആ കിണറ്റിലേക്ക് ഞാൻ വീണു. അങ്ങനെ നടുവിന് ചതവ് പറ്റി, കൈയുടെ ഒരു ഒരം താന്നുപോയി. അതിനകത്തുണ്ടായിരുന്ന കമ്പി കഷ്ണങ്ങള് എന്റെ ദേഹത്ത് പല സ്ഥലത്തും കൊണ്ടുകയറി. അന്ന് കുറെ ചികിത്സിക്കുകയൊക്കെ ചെയ്തു. പിന്നിപ്പോ ഒരു 25 വർഷത്തോളമായി എനിക്ക് നടുവേദനയായിരുന്നു. എന്തെങ്കിലും ജോലി ചെയ്താല്, കൂടിയ യാത്ര ചെയ്താല്, കുറെ സമയം ഇരുന്നാലൊക്കെ വളരെ വേദന തോന്നും. ഞാന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഒരു പകുതി യാത്ര വരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ദീർഘ ഞാൻ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു കുറെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ സീറ്റിൽ തന്നെ കാല് രണ്ടും കയറ്റി വയ്ക്കും. അങ്ങനെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഇവിടെ വെച്ച് ഈ ആരാധനയുടെ സമയത്ത് ഒരു വലിയ ശക്തി എന്റെ ശിരസിലേക്ക് വന്ന് അടിക്കുന്നത് പോലെ തോന്നി. മാതാവിന്റെ വലിയ അഭിഷേകത്തിന്റെ നല്ല സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. ശരീരം മുഴുവൻ കോരിത്തിരിച്ചു. മഴത്തുള്ളി വന്ന് വീഴുന്നത് പോലെ ഭയങ്കര നനവ് അനുഭവപ്പെട്ടു. പിന്നീട് ഞാൻ കസേരയിൽ ഇരുന്നത് സ്പോഞ്ചിൽ ഇരിക്കുന്നത് പോലെയാണ്. എന്റെ കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തി. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ഇത് എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? 25 വർഷത്തോളം. 25 വർഷമായുള്ള ആ കിണറ്റിൽ വീണ അതിനെ തുടർന്നുണ്ടായ ശാരീരിക അസ്വസ്ഥതകളും, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ശരീരത്തെ സംബന്ധിച്ച പീഡകൾ കർത്താവ് ധ്യാനത്തിൽ യേശുക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്ഭുതകരമായി സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ.
അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. എൻ്റെ പേര് കമലമ്മ എന്നായിരുന്നു. ഇപ്പൊ കൊച്ചു ത്രേസ്യ എന്നാണ്. 4 വർഷമായിട്ടുള്ളൂ ഞാൻ ഈശോയെ അറിഞ്ഞിട്ട്. അതിന്റെ മുന്നേ തുടങ്ങിയതാണ്. എൻ്റെ നെഞ്ചിന് ശ്വാസം മുട്ടും വേദനയെല്ലാം ഉണ്ടായിരുന്നു. 15 വർഷമായിട്ടുള്ള ശ്വാസം മുട്ടായിരുന്നു. ഒരു സാധനം എടുക്കാനോ കുനിഞ്ഞെടുക്കാനോ ഓടാനോ യാതൊന്നിനും എനിക്ക് കഴിയില്ല. ഇനി സൗണ്ട് ആണെങ്കിൽ ഒന്ന് സ്തുതിക്കുമ്പോഴേക്ക് എൻ്റെ സൗണ്ട് പോകുമായിരുന്നു. ഇവിടെ വന്ന് ചൊവ്വാഴ്ച മുതൽക്ക് കുമ്പസാരം കഴിഞ്ഞ് ഇന്നലെ കൗൺസിലിംഗ് കഴിഞ്ഞതോടുകൂടെ എൻ്റെ നെഞ്ചിന്റെ വേദന പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ട് ശ്വാസം മുട്ടും മാറി സ്തുതിക്കാനുള്ള കഴിവ് നല്ല ഒച്ചത്തിൽ സ്തുതിച്ച സൗണ്ടിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത വിധത്തിൽ സ്തുതിക്കാൻ കഴിഞ്ഞു. പിന്നെ വലത്തെ കൈകൊണ്ട് ഒരു സാധനം എടുക്കാനോ യാതൊന്നിനും കഴിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഊട്ടിശാലയിൽ എൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രേരണ വന്ന് ഭക്ഷണം വിളമ്പ് അങ്ങനെ ഞാൻ വിളമ്പാൻ പോയി നിന്ന്. പക്ഷെ ഇത്രയും നേരം നിന്ന് വിളമ്പിയാലും എന്റെ കൈക്ക് യാതൊരു ഈ കൈക്ക് എത്ര നാളെയുള്ള ബുദ്ധിമുട്ടാണ്? 5 വർഷമായിട്ടുള്ള 5 വർഷത്തോളമായ ആ പീഡ പൂർണ്ണമായി വിട്ടുപോയി. യേശുക്രിസ്തു ഈ ധ്യാനത്തിൽ അത്ഭുതകരമായി സുഖപ്പെടുത്തി. നന്നായി കൈയടിച്ച് ഈശോയെ ആരാധിക്കാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങ ചിന്തു സമാനമ സന്തതം കാണുന്നു ഞാൻ.